എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമുക്കതിലെ ദ സ്റ്റോൺ ദാറ്റ് ഷൈൻസ് എന്ന ടോപ്പിക് മുതൽ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. എന്താ? 3 daughters with curious eyes, each got 3 baskets, a kingly prize. Each basket had 3 silver keys, each opens 3 big rooms with ease. Each rooms had tables 1, 2, 3 with 3 bright necklaces on each. You see, each necklace had 3 diamonds so fine. Can you count these stones that shine? Find out numbers of basket and rooms. ഇവിടെ ഒരു ഹിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു രാജാവിന് എന്തുണ്ട്? 3 ഡോട്ടേഴ്സ് ഉണ്ട്. ഗോട്ട് 3 ബാസ്ക്കറ്റ്. അവിടെ കയ്യിൽ 3 ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിനകത്ത് എന്തുണ്ട്? ഓരോ ബാസ്ക്കറ്റിനകത്തും 3 സിൽവർ കീസ് ഉണ്ട്. ഈ കീസ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? 3 ബിഗ് റൂംസ് ഓപ്പൺ ചെയ്യണം. ഈ ഓരോ റൂമിനകത്തും എന്തുണ്ട്? 1, 2, 3 നമ്പർ ഓഫ് ടേബിൾസ് ഉണ്ട്. ഈ ഓരോ ടേബിളിനകത്തും എന്തുണ്ട്? നെക്ലസസ് ഉണ്ടല്ലേ? 3 നെക്ലസസ് വീതം ഓരോ ടേബിളിനകത്തുണ്ട്. ഈ നെക്ലസിനകത്ത് ഓരോന്നിലും എത്ര ഡയമണ്ട്സ് ഉണ്ട്? 3 ഡയമണ്ട്സ് ഉണ്ട്. അപ്പം നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഡയമണ്ടിലുള്ള സ്റ്റോൺസിന്റെ എണ്ണം കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹിന്റ് കൊടുത്തിട്ടുള്ള എന്താന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ കിങ് ഉണ്ട്. കിങ്ങിന്റെ 3 ഡോട്ടേഴ്സ് ഉണ്ട്. ഈ 3 പേർക്കും എന്താണ്? ഓരോരുത്തർക്കും 3 ബാസ്ക്കറ്റ് വീതം ഉണ്ടല്ലേ? അപ്പോൾ രാജാവിന് 3 ഡോട്ടർ ഉണ്ട്. ഓരോരുത്തർക്കും 3 ബാസ്ക്കറ്റ് വീതം ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് 3 ബാസ്ക്കറ്റ് കൊടുക്കുമ്പോൾ 3 പേർക്കും കൂടെ എത്ര ബാസ്ക്കറ്റ് വരും? 3 × 3 9. 3 × 3 9. ദെൻ ഓരോ ബാസ്ക്കറ്റിനകത്തും 3 കീസ് ഉണ്ടല്ലേ? അപ്പോൾ ഓരോ ബാസ്ക്കറ്റിനകത്തും 3 കീസ് വീതം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഓരോരുത്തർക്കും എത്ര കീസ് വീതം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 കീസ് വീതം ഉണ്ട്. ഒരാൾക്ക് എത്ര കീസ് ഉണ്ട്? 9 കീസ്. അപ്പോൾ 3 പേർക്കും കൂടെ എത്ര കീസ് ഉണ്ട്? 9 × 3 27 അല്ലേ? 9 × 3 27. ഈ കീസിന്റെ കൗണ്ട് നമുക്ക് ഇവിടെ എഴുതാം. 9 × 3 27. അപ്പോൾ നമ്മൾ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ 3 × 3 × ഈ 9നെയാണല്ലോ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ വീണ്ടും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27. ദെൻ ഓരോ കീ ഉപയോഗിച്ചും എത്ര റൂംസ് തുറക്കണം? 3 റൂംസ് തുറക്കണം. എത്ര റൂംസ് തുറക്കണം? ഒരു കീ ഉപയോഗിച്ച് 3 റൂംസ് തുറക്കണം. അപ്പോൾ ഒരാൾ എത്ര റൂം തുറക്കേണ്ടി വരും? ഇവിടെ ഒരു കീക്ക് 3 റൂമാണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര കീസ് ഉണ്ട്? 27 കീസ് ഉണ്ട്. അപ്പോൾ 27 റൂംസ് 27 കീസ് ഉപയോഗിച്ച് എത്ര റൂംസ് തുറക്കും? 27 × 3 അല്ലേ? 27 × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 81 എന്ന് കിട്ടും. അപ്പോൾ 81 റൂംസ് കിട്ടുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ 27നെ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി 3 × 3 × 3. അപ്പോൾ ഈ 27നെ വീണ്ടും ഒരു 3 കൊണ്ടാണല്ലോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. 3 × 3 × 3 വീണ്ടും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 81 എന്ന് കിട്ടും. ദെൻ ഓരോ റൂമിനകത്തും എത്ര ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ഓരോ റൂമിനകത്തും 3 ടേബിൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 81 റൂംസ് ഉണ്ട്. അപ്പോൾ ഈ 81 റൂമിനകത്ത് എത്ര ടേബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഒരു റൂമിനകത്ത് 3 ടേബിൾ. അപ്പോൾ 81 റൂമിനകത്ത് എത്ര ടേബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 81 × 3 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 243 ടേബിൾസ് എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര ടേബിൾസ് ഉണ്ട്? 243 ടേബിൾസ്. അപ്പോൾ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയാൽ ഇങ്ങനെ എഴുതാം. ഈ 81നെയാണല്ലോ നമ്മളിപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ 3 × 3 × 3 × 3 ഇനി ഒരു 3 കൂടെ വേണം അല്ലേ? ഈസ് ഈക്വൽ ടു 243. ഓക്കെ, ദെൻ ഓരോ ടേബിളിനകത്തും വീണ്ടും എത്ര നെക്ലസ് വീതം ഉണ്ട്? വീണ്ടും ഓരോ ടേബിളിനകത്തും 3 നെക്ലസ് വീതം ഉണ്ട്. അപ്പോൾ ടോട്ടൽ നെക്ലസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 243യെ നമ്മൾ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? 9, 4 3s are 12, 2 1 ബാലൻസ്. ദെൻ എന്ത് വരും? 3 6 7 7 29 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 729 നെക്ലസസ് ഉണ്ട് അല്ലേ? നെക്ലസസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എത്ര ഡയമണ്ട്സ് ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനെ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ഈ 729, അതായത് നമ്മളിവിടെ ഇപ്പോൾ 243 കിട്ടാൻ 5 3s മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനെ വീണ്ടും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 729 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3 × 3 × 3 × 3 × 3 അങ്ങനെ എത്ര ടൈംസ് എഴുതണം? 6 ടൈംസ് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 729 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഈ ഓരോ നെക്ലസിനകത്തും 3 ഡയമണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇനി ടോട്ടൽ എത്ര ഡയമണ്ട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഈ 729 നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും അല്ലേ? അപ്പോൾ 9 3s are 27, 7 2 ബാലൻസ്. ദെൻ 6 7 8, then 7 3s are 21. 2 റിപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നു? 2187
ഡയമണ്ട്സ് ഉണ്ട് അല്ലേ. ടോട്ടൽ എത്ര ഡയമണ്ട്സ് ഉണ്ട്? 2187 ഡയമണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുമ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്തുകൂടെ വേണം? ഒരു 3യും കൂടെ നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര 3s വരും? ഇവിടെ ഓൾറെഡി 6 3s ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ 7 3s ഇടുക. ഓക്കെ, 1 2 3 4 5 6 7 3s. ഓക്കെ, 7 3s ഇടുമ്പോൾ നമുക്ക് എന്ത് വരും? 2187. എന്നിട്ട് കൂട്ടുകാർക്ക് കാണാമെന്ന് കരുതുന്നു. 87. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 2187 നമുക്ക് എങ്ങനെ എഴുതി? നമ്മളിപ്പോൾ ഇവിടെ എത്ര 3s എഴുതി? 1 2 3 4 5 6 7 3s ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പവർ ആക്കി എഴുതാം? 3⁻7. 3 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3⁻7 ഈക്വൽ ടു 2187 എന്ന് എഴുതാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 3s എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ഉണ്ട്. അതിനെയാണ് 3⁻7 എന്ന് എഴുതിയിരിക്കുന്നത്. 3⁻7 ആണ് 2187 എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3⁻7 ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് എഴുതിക്കുന്ന കണ്ടോ? ഓരോ ബ്രാക്കറ്റിനകത്തും ആദ്യത്തെ ബ്രാക്കറ്റിനകത്ത് എത്ര 3 ഉണ്ട്? 4 3s ഉണ്ട്. അപ്പോൾ 3 എത്ര ടൈംസ് എഴുതിയിട്ടുണ്ട്? ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് 4 ടൈംസ്, അതായത് 3⁻4. രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 3 പ്രാവശ്യം. 3 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? 3 ക്യൂബ് അല്ലെങ്കിൽ 3⁻3 എന്ന് എഴുതാം. അപ്പോൾ 3⁻7 എന്തെഴുതി? 3⁻4. ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്, അതുകൂടെ ഇടാം. 3⁻4 ഇൻറ്റു 3⁻7 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 3⁻7 ഈക്വൽ ടു 3⁻4 ഇൻറ്റു 3⁻3 എന്ന് എഴുതാം. ഫസ്റ്റ് 9 കിട്ടിയല്ലോ. ഈ 9 എങ്ങനെയാണ് കിട്ടിയത്? 3 ഇൻറ്റു 3, അതായത് 3 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു? 2 ടൈംസ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 3നെ 2 ടൈംസ് എഴുതി, 3 സ്ക്വയർ. ദെൻ 27 എങ്ങനെയാണ് കിട്ടിയത്? 3നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 എത്ര ടൈംസ് എഴുതുക? 3⁻3. ദെൻ ഇവിടെ 81 എങ്ങനെ കിട്ടി? 81 കിട്ടാൻ നമ്മൾ 3 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു? 1 2 3 4, അതായത് 3നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3⁻4. അതുപോലെ 243 എങ്ങനെ കിട്ടി? 1 2 3 4 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. 3നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇവിടെ 729 എങ്ങനെ കിട്ടി? 3യെ 1 2 3 4 5 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3നെ നമ്മൾ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3⁻6 എന്ന് എഴുതാം. ഓക്കെ, ദെൻ 3⁻4 എന്ന് പറയുന്നത് 81. നമ്മളിവിടെ കണ്ടുപിടിച്ചതുപോലെ 3⁻4 ആണ് 81. അതിന് കിട്ടിയ ആൻസേഴ്സ് ഇങ്ങോട്ട് എഴുതാം. അതായത് 3 സ്ക്വയർ ആണ്. എന്താ? 3 സ്ക്വയർ ഈക്വൽ ടു 9. ദെൻ 3 ക്യൂബ് ചെയ്തപ്പോൾ നമുക്ക് 27 കിട്ടി. 3 ക്യൂബ് എന്ന് പറയുന്നത് 27. ദെൻ 3⁻4 ചെയ്തപ്പോൾ നമുക്ക് 81 കിട്ടി. 3⁻4 ചെയ്തപ്പോൾ 81. 3⁻5 ഈക്വൽ ടു 243. ദെൻ 3⁻6 ചെയ്തപ്പോൾ 729 എന്ന് കിട്ടി. 3⁻6 ഈക്വൽ ടു 729. ദെൻ 3⁻7 ചെയ്തപ്പോൾ നമുക്ക് 2181 കിട്ടി. 3⁻4 ചെയ്തപ്പോൾ 81 കിട്ടി. 3 ക്യൂബ് ചെയ്തപ്പോൾ 27 കിട്ടി. അപ്പോൾ ഈ 3⁻4ഉം 3⁻3യും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2187 എന്ന് കിട്ടും. അതായത് 3⁻4 എന്ന് പറഞ്ഞാൽ 81, 3⁻3 എന്ന് പറഞ്ഞാൽ 27. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2187. അതായത് ഇതെന്ന് പറയുന്നത് 3⁻7 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 3⁻7 ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 3 സ്ക്വയർ ഇൻറ്റു 3⁻5. അതായത് നമുക്കിവിടെ എന്ത് എഴുതാം? 3⁻7നെ ഇവിടെ 3⁻2 3⁻5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 3⁻7 കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാം? 3⁻7 ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 3⁻5. ഓക്കെ, അതായത് ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ 3⁻7 കിട്ടാൻ ഈ 3യുടെ പവർ നമ്മൾ അതുപോലെ എഴുതി. ദെൻ ഇവിടുത്തെ പവർ 2ഉം 5ഉം അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 + 5 7. ഓക്കെ, അതുപോലെയാണ് അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് p⁻4 ഇൻറ്റു p⁻6 ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഇവിടെ p⁻4 ഇൻറ്റു p⁻6 എന്ന് പറഞ്ഞാൽ എന്താണ്? p-നെ 4 ടൈംസ് എഴുതുക, p-നെ വീണ്ടും 6 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള. p-നെ ആദ്യം 4 ടൈംസ് എഴുതി, ദെൻ p-നെ 6 ടൈംസ് എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും നോക്കാം. ഇവിടെ ഇതിന്റെ പവർ 4 ആണ്, ഇതിന്റെ പവർ 6 ആണ്. അപ്പോൾ 4ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 10. നമുക്ക് എന്ത് എഴുതാം? p⁻10 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്? ഇതിന്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് p⁻10 എന്ന് എഴുതിയിട്ടുണ്ട്. ജനറൽ ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? n⁻a ഇൻറ്റു n⁻b ഈക്വൽ ടു n⁻a പ്ലസ് b. a എന്ന് പറയുന്നത് എന്താണ്? എയും ബി എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. ജനറൽ പറഞ്ഞാൽ n⁻a ഇൻറ്റു n⁻b ഈക്വൽ ടു എന്ത് ചെയ്യണം? n⁻a പ്ലസ് b. ഓക്കെ,
അതായത് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ p⁻6 ഇൻറ്റു p⁻2 എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ p നമ്മൾ അതുപോലെ എഴുതുക. ദെൻ പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യരുത്, ആഡ് ചെയ്യണം. 6 + 2 ചെയ്യുമ്പോൾ നമുക്ക് p⁻8 എന്ന് കിട്ടും. അതാണ് ഇവിടെ n⁻a ഇൻറ്റു n⁻b ഈക്വൽ ടു n⁻a+b എന്ന് കിട്ടിയിട്ടുള്ളത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒബ്സർവേഷൻ ടു കമ്പ്യൂട്ട് ദ ഫോളോയിങ്. അതായത് 2⁻9 ഇപ്പൊ നമ്മൾ പഠിച്ച പോലെ എഴുതാനാ പറയുന്നത്. 2⁻9 എന്ന് പറഞ്ഞാൽ എന്താണ്? 2നെ 9 ടൈംസ് എഴുതുക. 1 2 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു അങ്ങനെ എത്ര ടൈംസ് എഴുതണം? 9 ടൈംസ് എഴുതുക. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കാം അല്ലേ? അപ്പൊ ഇത് മൂന്നും കൂടെ ചേർന്ന് നമുക്ക് എന്ത് ചെയ്താം? 2⁻3 ഇൻറ്റു അടുത്ത മൂന്നെണ്ണത്തിന് ഞാൻ എടുത്തു, അപ്പോൾ അവിടെയും 2⁻3 ഇൻറ്റു അടുത്ത 3 2സിനെ എടുത്തു, അവിടെയും 2⁻3. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2⁻3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 3, അവിടെ എന്ത് വരും? 8. വീണ്ടും 2⁻3 എന്ന് പറഞ്ഞാൽ 8, വീണ്ടും 2⁻3 എന്ന് പറഞ്ഞാൽ 8. ദെൻ 8 ഇൻറ്റു 8 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 512 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ 5⁻7. 5⁻7 എന്ന് പറഞ്ഞാൽ എന്താ? 5⁻7 എന്ന് പറഞ്ഞാൽ 5നെ 7 ടൈംസ് എഴുതുക. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. 5നെ 7 ടൈംസ് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ 5നെയും നമ്മൾ എന്ത് ചെയ്യണം? പെയർ ആക്കണം അല്ലേ? ഇവിടെ എത്ര പേരാക്കാം? ഇത് രണ്ടും കൂടെ ഞാൻ എടുക്കുന്നു. ദെൻ ഇത് രണ്ടും എടുത്തു, ഇത് രണ്ടും എടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ 2 5നെ ചേർത്ത് 5 സ്ക്വയർ, വീണ്ടും 2 5നെ എടുത്തു 5 സ്ക്വയർ, വീണ്ടും 2 5നെ എടുത്തു 5 സ്ക്വയർ, വീണ്ടും ഒരു 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു? 5 എന്ന് മാത്രം ഇട്ടാൽ മതി. ഇവിടെ 1 ഉണ്ടെന്നാണ് മീനിങ്. ഇവിടെ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഇവിടെയും എന്താണ്? 25, വീണ്ടും 25, വീണ്ടും നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ 5നെ അങ്ങനെ തന്നെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ നോക്കാം. കിട്ടും 78,125 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 4⁻6. 4⁻6നെ ഞാൻ ഇവിടെ തന്നെ ചെയ്ത് എഴുതാം. 4⁻6 എന്ന് പറഞ്ഞാൽ എന്താണ്? 4നെ 6 ടൈംസ് എഴുതുക. 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 അല്ലേ? 6 ടൈംസ് ആയല്ലോ. 1 2 3 4 5 6. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 2 4 വീതം പെയർ ചെയ്യുക. ഇതിനപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4 2 തവണ എടുക്കുക. അപ്പോൾ 4 സ്ക്വയർ, ഇവിടെയും ഈ 2 എണ്ണത്തിന് എടുക്കുക. 4 സ്ക്വയർ, ഇവിടെയും 2 4 എടുക്കുക. അപ്പോൾ അവിടെ എന്ത് വരും? 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തരും എന്തോ വരും? 16 ഇൻറ്റു 16 ഇൻറ്റു 16 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4096 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ? 4⁻6നെ എന്ത് എഴുതി? ഇവിടെ 3 പെയർ വീതമാണ് എടുത്തത്, ഇവിടെ 2 പെയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. 4096 നമുക്ക് ഇപ്പൊ കിട്ടിയ ആൻസർ ആണ് അല്ലേ? ഈ ആൻസറിനെ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? ഫസ്റ്റ് 3 4 വീതം എടുത്തു. അപ്പോൾ എന്ത് എഴുതി? 4⁻3. വീണ്ടും 3 4 എടുത്തു. 4⁻3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4096 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ 2 4 വീതമാണ് എടുത്തത് അല്ലേ? 2 4 വീതമാണ് എടുത്തത്. 4 സ്ക്വയർ എന്ന് എടുത്തു. ഓക്കെ, 4 സ്ക്വയർ എന്ന് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4096 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. 4 ക്യൂബ് 2 തവണ എടുത്തു അല്ലേ? 4 ക്യൂബ് ഇൻറ്റു 4 ക്യൂബ്. അപ്പോൾ 4 ക്യൂബിനെ 2 തവണ എടുത്തു. അപ്പോൾ 4 ക്യൂബ് 2 തവണ എടുത്തു കഴിഞ്ഞാൽ 4 ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം. ഇതിന് ആൻസർ എന്ത് വരും? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 4096 എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇവിടെ 4 സ്ക്വയറിനെ 3 തവണ എടുത്തു. 4 സ്ക്വയറിനെ 3 ടൈംസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് കണ്ടോ? 4 സ്ക്വയർ ദ ഹോൾ ക്യൂബ്. അതായത് നമ്മൾ ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 2നെ 3 ടൈംസ് എടുത്തു അല്ലേ? അപ്പോൾ നമ്മളിവിടെ 2⁻3 എന്ന് എഴുതും. ദെൻ 4 സ്ക്വയറിനെയാണ് 3 ടൈംസ് എടുത്തതെങ്കിലോ? 4 സ്ക്വയറിനെയാണ് 3 ടൈംസ് എടുത്താൽ 4 സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3 എന്ന് എഴുതുക. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? പവർ ഓഫ് ദ പവർ എന്ന് പറയുന്നത്. പവർ ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 7⁻4 എങ്ങനെ എഴുതി? 7 ഇൻറ്റു 7 7 ഇൻറ്റു 7 അങ്ങനെ എഴുതി. 7 ഇൻറ്റു 4 ടൈംസ് എഴുതി. ഇതിനെ 2 എണ്ണം വീതമുള്ള ഒരു പെയർ ആക്കി. അപ്പോൾ 7⁻2 ഇവിടെയും 7⁻2. അപ്പോൾ 7⁻2 ഇൻറ്റു 7⁻2 എന്ന് പറഞ്ഞാൽ 7⁻2നെ 2 തവണ എഴുതി. അപ്പോൾ 7⁻2 ദ ഹോൾ സ്ക്വയർ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 7⁻2 ദ ഹോൾ സ്ക്വയർ. ദെൻ ഇതുപോലെ 2⁻10നെ എങ്ങനെ എഴുതുക? 2⁻10 എന്ന് പറഞ്ഞാൽ 2നെ 10 ടൈംസ് എഴുതുക. അതായത് ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് 10 ടൈംസ് എഴുതുക. ദെൻ 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കുന്നു അല്ലേ?
അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ എത്ര തവണ എഴുതിയിട്ടുണ്ട്? 1 2 3 4 5 ടൈംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 സ്ക്വയർ 5 ടൈംസ് എഴുതുക എന്ന് പറഞ്ഞാൽ 2 സ്ക്വയറിനെ ദ ഹോൾ റൈസ് ടു 5 എന്ന് എഴുതുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 2 സ്ക്വയർ ദ ഹോൾ റൈസ് ടു 5. ദെൻ അതുപോലെ തന്നെ ഇവിടെ 2 റൈസ് ടു 10നെ 2 റൈസ് ടു 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തത്? ഇവിടെ 5 2s വീതം, അതായത് 5 വീതമുള്ള 2 ഗ്രൂപ്പാക്കി, 1 2 3 4 5 അല്ലേ? ഇവിടെ 1 2 3 4 5 അങ്ങനെ 5 വീതമുള്ള 2 ഗ്രൂപ്പാക്കി. അപ്പോൾ 2 റൈസ് ടു 5 ആണല്ലോ, ഇവിടെ എന്ത് പറയും? 2 റൈസ് ടു 5 ഇൻറ്റു 2 റൈസ് ടു 5, അതായത് 2 റൈസ് ടു 5നെ 2 തവണ എഴുതി. അതാണ് 2 റൈസ് ടു 5 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ഫോമിൽ നമുക്ക് എന്ത് പറയാം? n റൈസ് ടു a the whole raised to b equal to n raised to b the whole raised to a is equal to n raised to a into b, that is equal to n raised to ab. അതായത് n എന്ന് പറയുന്ന ഏത് നാച്ചുറൽ നമ്പർ വന്നാലും ഇതാ ഇവിടെ കണ്ടോ, a b എന്ന് പറയുന്ന പവേഴ്സ് ഇങ്ങനെ ബ്രാക്കറ്റിനകത്തും പുറത്തുമായിട്ട് വന്ന കൂട്ടുകാർ എന്ത് ചെയ്താൽ മതി? ഈ 2 നമ്പേഴ്സും തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ 2 റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 3 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ കൂട്ടുകാർ എന്ത് ചെയ്താൽ മതി? ഈ 2ഉം 3യും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 റൈസ് ടു 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ മതിയാവും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. 7 റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. 7 റൈസ് ടു 2 ഇൻറ്റു 5 ഈക്വൽ ടു 7 റൈസ് ടു 10 എന്ന് 2 മെത്തേഡ് പഠിച്ചു. എന്താണ്? n റൈസ് ടു a ഇൻറ്റു n റൈസ് ടു b വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? n റൈസ് ടു a പ്ലസ് b എന്ന് പഠിക്കുക. ദെൻ n റൈസ് ടു a ദ ഹോൾ റൈസ് ടു b എന്ന് വന്നാൽ എന്ത് പഠിക്കുക? n റൈസ് ടു a b എന്ന് പഠിക്കുക. അതാ ഇവിടെ എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? രണ്ടാമത്തത് രണ്ടും പവറാണ്. ഒരു പവറിൻ്റെ പവറായിട്ട് മറ്റൊരു പവർ n റൈസ് ടു a ദ ഹോൾ റൈസ് ടു ബി, അങ്ങനെ വന്നാൽ ആ 2 പവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നാൽ രണ്ടും ബേസ് എന്താണ്? n, ഇവിടെയും n ഇവിടെയും n, പവറാണ് ഡിഫറൻറ്റ്, എയും ബിയും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എയും ബിയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ കൂട്ടുകാർ ഇത് രണ്ടും ഓർത്ത് വച്ചേക്കുക. ഇതെന്ത് ചെയ്യണം? നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും കണ്ടോ നമ്മുടെ അടുത്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ആസ് എ പവർ ഓഫ് എ പവർ. പവർ ഓഫ് പവർ ആയിട്ട് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ ഓഫ് പവറിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? n റൈസ് ടു a ദ ഹോൾ റൈസ് ടു b ഈക്വൽ ടു n റൈസ് ടു a b. അപ്പോൾ അത് ഏതൊക്കെ ഒരു നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8 റൈസ് ടു 6 അല്ലേ? അപ്പോൾ നമ്മൾ പവർ ഓഫ് പവർ ആയിട്ട് എഴുതണമെങ്കിൽ ഈ മെത്തേഡിൽ വേണം നമ്മൾ എഴുതാൻ. ഈ ഫോമിലായിരിക്കണം നമ്മുടെ ആൻസർ കിട്ടാനുള്ളത്. n റൈസ് ടു a ദ ഹോൾ റൈസ് ടു b എന്ന ഫോമിൽ കിട്ടണം. അപ്പോൾ ഇവിടെ 6 കിട്ടി. അതായത് ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് വന്നത്? 6 വരുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 വരുന്നത്? 6 ഈക്വൽ ടു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 6 ഈക്വൽ ടു 3 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ പവറിന് നമുക്ക് എന്ത് എഴുതാം? 8 അതുപോലെ എഴുതുക. ദെൻ ഇവിടെ 6നെ നമുക്ക് എന്ത് എഴുതാം? 2 ദ ഹോൾ റൈസ് ടു 3. ഇവിടെ 2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 8 റൈസ് ടു 3 ആദ്യം അകത്ത് എഴുതാം. 3 ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? അതായത് ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6. 2 ഇൻറ്റു 3 6. ഇവിടെ 3 ഇൻറ്റു 2 6 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താവും? 8 റൈസ് ടു 6 ആവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ 7 റൈസ് ടു 15. അതായത് 15 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം? 15 കിട്ടണമെങ്കിൽ 5 ഇൻറ്റു 3 ചെയ്യാം, അല്ലെങ്കിൽ 3 ഇൻറ്റു 5 ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 15 എങ്ങനെ മാറ്റാം? 7 റൈസ് ടു 3 ദ ഹോൾ റൈസ് ടു 5. ഇവിടെ കണ്ടോ, ഈ 3യും 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 7 റൈസ് ടു 5 ദ ഹോൾ റൈസ് ടു 3 എന്ന് എഴുതാം. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9 റൈസ് ടു 14. 9 റൈസ് ടു 14 നമുക്ക് എങ്ങനെ എഴുതാം? ഈ 14 കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം? 14 ഈക്വൽ ടു 7 ഇൻറ്റു 2 ആണല്ലോ. 7 ഇൻറ്റു 2ഉം ചെയ്യാം, 2 ഇൻറ്റു 7ഉം ചെയ്യാം. അപ്പോൾ നമുക്ക് 14 പകരം ഈ നമ്പേഴ്സ് കൊടുക്കാം. 9 റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 7. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, തിരിച്ചെഴുതാം. 9 റൈസ് ടു 7 ദ ഹോൾ റൈസ് ടു 2. അതായത് ഈ നമ്പേഴ്സ് പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പവർ കിട്ടണം. ഇതാണ് പവർ ഓഫ് പവർ എന്ന് പറയുന്നത്. ദെൻ 5 റൈസ് ടു 8 നമുക്ക് എങ്ങനെ എഴുതാം? 8 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും? 8 ഈക്വൽ ടു 4 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 4 എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് 5 റൈസ് ടു 4 ഇൻറ്റു 2 ആണ്. അപ്പോൾ 5 റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 2. ഓർ അല്ലെങ്കിൽ തിരിച്ച് നമ്പേഴ്സിന് എഴുതുക.
പൈ റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 4 ഇങ്ങനെ എഴുതിയാൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അതായത് നമ്മുടെ പവർ ഓഫ് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n റൈസ് ടു a ദ ഹോൾ റൈസ് ടു b എന്ന ഫോമിലാണ്. ആ n റൈസ് ടു a ദ ഹോൾ റൈസ് ടു b എന്ന് പറഞ്ഞാൽ n റൈസ് ടു a പ്ലസ് b തമ്മിൽ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ പവർ കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.